മലയാളിക്ക് ഇന്ന് തിരുവോണം. ഓണാഘോഷലഹരിയിൽ ലോകമെങ്ങുമുള്ള മലയാളികൾ. പ്രവാചക സ്മരണ പുതുക്കി ഇന്ന് നബിദിനം. സംസ്ഥാനമെങ്ങും പള്ളികളിൽ അന്നദാനവും ആഘോഷവും നടന്നു. കുന്നുംകുളം പോലീസ് സ്റ്റേഷനിലെ 3-ാം മുറയിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചതിലും ഒത്തുകളി. കോടതി പ്രതി ചേർത്ത CPO ശശിധരനെതിരെ പോലീസ് അച്ചടക്ക നടപടി സ്വീകരിച്ചില്ല. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. മലയാളിക്ക് ഇന്ന് തിരുവോണം. കാലം എത്ര മാറിയാലും ഓണാഘോഷത്തിന്റെ മാറ്റ് ഒട്ടും കുറയില്ല. സന്തോഷം സമൃദ്ധിയും നിറഞ്ഞ തിരുവോണം പഴമയും പുതുമയും ചേർത്ത് ആഘോഷിക്കുന്ന തിരക്കിലാണ് ലോകമെങ്ങുമുള്ള മലയാളികൾ. മഹാബലി തന്റെ പ്രജകളെ കാണാൻ എഴുന്നള്ളുന്ന ദിവസമാണ് തിരുവോണമെന്നാണ് ഐതിഹ്യം. വെറുമൊരു ആഘോഷമല്ല മലയാളിക്ക് ഓണം, മറിച്ച് ഒത്തുചേരലിന്റെ നാളുകൾ കൂടിയാണ്. കാണം വിറ്റും ഓണം ഉണ്ണണമെന്ന പഴമൊഴി അനർത്ഥമാക്കി ഇല്ലായ്മകളെല്ലാം മറന്ന് ഓണത്തെ മലയാളി ആഹ്ലാദകാലമാക്കുന്നു. ഇന്ന് ലോകത്തിന്റെ പലയിടങ്ങളിലേക്ക് മലയാളികൾ കുടിയേറിയതോടെ കേരളത്തിനകത്തും പുറത്തും പൂവിട്ട് സദ്യയൊരുക്കി ആഘോഷങ്ങളായി. മലയാളി എവിടെയുണ്ടോ അവിടെയെല്ലാം ഓണമുണ്ടെന്നായി. വിളവെടുപ്പിന്റെ ഉത്സവം കൂടിയാണ് ഓണം. പഞ്ഞമാസം കഴിഞ്ഞെത്തുന്ന സമൃദ്ധിയുടെ നാളുകൾ. കൊയ്യാൻ പാകത്തിലെത്തിയ നെല്ലും കൊയ്തൊഴിഞ്ഞ പാടങ്ങളിൽ നടിലിനുള്ള തയ്യാറെടുപ്പും ആരംഭിക്കുന്നു. ഇതോടെ പത്തായങ്ങൾ നിറയുന്നു. തൃക്കാക്കരയപ്പനെ സങ്കല്പിച്ചൊരുക്കുന്ന ഓണത്തപ്പന് പൂജ ചെയ്താണ് പലയിടങ്ങളിലും തിരുവോണം ആരംഭിക്കുന്നത്. മുറ്റത്തും വീട്ടുപടിക്കലും പൂവിട്ട് മഹാബലിയെ വരവേൽക്കുന്നു. അത്തം മുതൽ തിരുവോണം വരെ വീടുകൾക്ക് മുമ്പിൽ പൂക്കളമൊരുങ്ങും. തിരുവോണം മുതൽ പൂരുരുട്ടാതി വരെ ഓണത്തപ്പന്മാരും സ്ഥാനം പിടിക്കും. അത്തം മുതൽ തുടങ്ങുന്ന ആഘോഷങ്ങൾ ചതയ ദിനത്തോടുകൂടി അവസാനിക്കും. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. മദ്യമില്ലാതെ മലയാളിക്ക് എന്ത് ആഘോഷമെന്ന നിലയിലേക്കാണ് പോകുന്നതെന്ന് തോന്നും ഓരോ തവണയും കുടിയുടെ കണക്ക് പുറത്തു വരുമ്പോൾ. ഇത്തവണയും ഉത്രാടക്കുടിയിലും റെക്കോർഡ് തീർത്ത് മലയാളി മുന്നേറുകയാണ്. ഉത്രാട നാളിൽ മാത്രം ബെവ്കോ ഷോപ്പ് വഴി വിറ്റത് 137 കോടിയുടെ മദ്യം. 2024 126 കോടിയായിരുന്നു വിൽപ്പന. 11 കോടിയിലധികം രൂപയുടെ അധിക മദ്യമാണ് ഈ വർഷം വിറ്റത്. 1.46 കോടിയുടെ മദ്യം വിറ്റ കരുനാഗപ്പള്ളി ബെവ്കോ കൗണ്ടർ 1-ാം സ്ഥാനത്തും 1.24 കോടി വിൽപ്പനയുമായി കൊല്ലം ആശ്രാമം 2-ാം സ്ഥാനത്തും 1.11 കോടി വിൽപ്പനയുമായി മലപ്പുറം എടപ്പാൾ 3-ാം സ്ഥാനത്തുമെത്തി. കഴിഞ്ഞ ഓണക്കാലത്തെ ബെവ്കോയുടെ 776 കോടിയുടെ മദ്യവിൽപ്പന ഇത്തവണ 826 കോടിയായി ഉയർന്നു. ഈ വർഷം ബെവ്കോയുടെ 6 ചില്ലറ വിൽപ്പനശാലകളാണ് 1 കോടിയിലേറെ രൂപയുടെ മദ്യം വിറ്റത്. കൺസ്യൂമർ ഫെഡ് വഴിയുള്ള വിൽപ്പന കണക്ക് കൂടി പുറത്തു വരുമ്പോൾ മലയാളിയുടെ ഉത്രാടനാളിലെ ഓണക്കുടി 175 കോടിയോട് അടുത്തെത്തുമെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. പ്രവാചക സ്മരണ പുതുക്കി ഇന്ന് നബിദിനം. സംസ്ഥാനമെങ്ങും പള്ളികളിൽ അന്നദാനവും ആഘോഷവും നടന്നു. മദ്രസ വിദ്യാർത്ഥികളുടെ ഘോഷയാത്രയും കലാപരിപാടികളും ഉണ്ടായിരുന്നു. ലാളിത്യവും നീതിബോധവും കൊണ്ട് മാതൃകയായ പ്രവാചകന്റെ ജീവിതം സന്ദേശമായി ഉൾക്കൊണ്ടാണ് വിശ്വാസികൾ സംസ്ഥാന വ്യാപകമായി ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത്. പ്രവാചക സ്മരണ പുതുക്കി ഇന്ന് നബിദിനം. സംസ്ഥാനമെങ്ങും പള്ളികളിൽ അന്നദാനവും ആഘോഷവും നടന്നു. പൗരാണികതയുടെ ചരിത്രമുറങ്ങുന്ന കരിങ്ങിച്ചിറയുടെ മണ്ണിൽ സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും മാറ്റൊലി ഉയർത്തിപ്പിടിച്ച് നടത്തിയ നബിദിനാഘോഷ പരിപാടികൾ വേറിട്ട മാതൃകയായി. പുത്തഞ്ചിറ കിഴക്കേ മഹലിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ നബിദിന റാലിക്ക് കരിങ്ങച്ചിറയിൽ സ്വീകരണം ഒരുക്കിയതും മധുരം വിളമ്പിയതും കരിങ്ങിച്ചിറ ശ്രീദുർഗാദേവി ക്ഷേത്രം ഉപദേശക കമ്മിറ്റി. ചടങ്ങിൽ ദഫ്മുട്ട് നടത്തിയത് അമ്പലമുറ്റത്ത്. ഈ ധന്യമുഹൂർത്തത്തിന് മഹാസാന്നിധ്യമായത് മുഹമ്മദ് അലി മൗല എടക്കഴിയാർ. കൊടുങ്ങല്ലൂർ MLA VR സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മളെല്ലാവരും ഒത്തുചേരുക എന്നുള്ളത് തന്നെയാണ്, നമ്മളുടെ മക്കളോടൊപ്പം തന്നെ ഒത്തുചേരുക എന്നുള്ളതാണ്. എല്ലാ ആഘോഷങ്ങളും ഒരുപോലെ കാണുക എന്നുള്ളത് തന്നെയാണ് നമുക്കിതിലൂടെ കാണേണ്ടത്. നല്ല മാതൃകകളാവുക. തീർച്ചയായിട്ടും സമൂഹത്തിന് നമ്മൾ നല്ല മാതൃകയാകുമ്പോൾ തന്നെയാണ് നമ്മുടെ മക്കൾക്ക് നല്ല മാതൃകയായിട്ട് മാറാൻ കഴിയുന്നത്. ക്ഷേത്രോപദേശക കമ്മിറ്റി ഭാരവാഹികളായ വാസുദേവൻ, വിഷ്ണു സിദ്ധാർത്ഥൻ, ചന്ദ്രശേഖരൻ, രാജു CA, രമേശ് VK, ശ്യാംകുമാർ, രവി, സിദ്ധാർത്ഥൻ, അനിൽ കൂവപ്പറമ്പിൽ, സുനിൽകുമാർ, ഗിരീഷ് VK, സാലി ഗിരീഷ് എന്നിവർ സ്വീകരണ ചടങ്ങിന് നേതൃത്വം നൽകി. പുത്തഞ്ചിറ കിഴക്കേ മഹൽ ജുമാ മസ്ജിദ് ഖത്തീബ് ഉബൈദുള്ള അഷ്റഫി നിസാമി,
പിണ്ടാണി ജുമാ മസ്ജിദ് ഖത്തീബ് മുഹമ്മദ് അമീർ ഫൈസി എന്നിവർ ചടങ്ങിൽ നബിദിന സന്ദേശം നൽകി. മാള മുഹ്യുദ്ദീൻ ജുമാ മസ്ജിദ് നബിദിനാഘോഷത്തിൽ മദ്രസ വിദ്യാർത്ഥികളെ മാള ടൗൺ ചുറ്റിയുള്ള ഘോഷയാത്ര, പള്ളിയിൽ മൗലിദ് പാരായണം, അന്നദാനം എന്നിവയോടെ നടന്നു. മാള മഹൽ കമ്മിറ്റി പ്രസിഡന്റ് എ അഷ്റഫ് പതാക ഉയർത്തി. അബ്ദുൽ നാസർ, സൈഫുദ്ദീൻ നാലകത്ത് എന്നിവർ സംസാരിച്ചു. ചേരമൻ മഹൽ മിലാദ് ആഘോഷങ്ങൾക്ക് മൗലിദ് പാരായണത്തോടെ തുടക്കമായി. രാവിലെ ബോയ്സ് സ്കൂൾ പരിസരത്ത് നിന്നും ആരംഭിച്ച നബിദിന റാലിയിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ശേഷം മസ്ജിദിന് മുമ്പിൽ മഹൽ പ്രസിഡന്റ് റഫീഖ് എന്നെ പതാക ഉയർത്തി. മഹൽ സെക്രട്ടറി ഇബ്രാഹിം, ട്രഷറർ ഹൈദരലി, മഹൽ ഇമാമുമാരായ ഡോക്ടർ മുഹമ്മദ് സലീം നദ്വി, അബ്ദുൽ അസീസ് നിസാമി, മുദരിസ് ഹിഷാം അദനി, വൈസ് പ്രസിഡന്റ് ബഷീർ PI, ജോയിന്റ് സെക്രട്ടറി നൌഷാദ് AA, സീനിയർ AM എന്നിവർ നേതൃത്വം നൽകി. അങ്കമാലി കുലിയിടം നിബ്രാസുൽ ഇസ്ലാം ജുമാ മസ്ജിദിൽ നടന്ന നബിദിനാഘോഷം മഹൽ പ്രസിഡന്റ് UK നൌഷാദ് പതാക ഉയർത്തി ആരംഭിച്ചു. മദ്രസ വിദ്യാർത്ഥികളുടെ നബിദിന റാലിക്ക് മഹൽ ഇമാമുമാരായ NS ബഷീർ മുസ്ലിയാർ, സിറാജുദ്ദീൻ ഗുണ്ടലൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് മൗലിദ് പാരായണവും അന്നദാനവും നടത്തി. പരിപാടികൾക്ക് ജനീഷ്, സുഹൈൽ, ആരിഫ്, ഖാലിദ്, മക്കാരുണ്ണി, നൌഷാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. കുന്നുംകുളം പോലീസ് സ്റ്റേഷനിലെ 3-ാം മുറിയിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചതിലും ഒത്തുകളി. കോടതി പ്രതി ചേർത്ത CPO ശശിധരനെതിരെ പോലീസ് അച്ചടക്ക നടപടി സ്വീകരിച്ചില്ല. സുജിത്ത് VSനെ ശശിധരൻ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഇല്ലെന്ന പേരിലായിരുന്നു നടപടി ഒഴിവാക്കിയത്. പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നതിന് മുൻപ് ഒറീന ജംഗ്ഷനിൽ ജീപ്പ് നിർത്തി CPO ശശിധരൻ മർദ്ദിച്ചു എന്നായിരുന്നു സുജിത്ത് VSന്റെ ആരോപണം. ക്രൈം റെക്കോർഡ് ബ്യൂറോ നടത്തിയ അന്വേഷണത്തിൽ പുറത്തുവെച്ച് ദേഹോദ്രവം ഏൽപ്പിച്ചു എന്നത് സംഭവിക്കാൻ സാധ്യതയുള്ളതാണെന്ന് കണ്ടെത്തിയിരുന്നു. സുജിത്തിനെ ജീപ്പിൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ GD ചാർജിൽ സ്റ്റേഷനിൽ ജോലി നോക്കേണ്ടിയിരുന്ന ശശിധരൻ പുറത്തുനിന്ന് നടന്നു കയറുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് നിലനിൽക്കെ ശശിധരൻ ഒഴിവാക്കിയതിന് പിന്നിൽ ഉന്നത രാഷ്ട്രീയ ഇടപെടൽ ആണെന്നാണ് സുജിത്തിന്റെ ആരോപണം. മീഡിയ ടൈം, തൃശൂർ. വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. മാള വിജയഗിരി പബ്ലിക് സ്കൂളിന്റെ ഓണാഘോഷം സേവനഗിരിയിൽ നടന്നു. വിജയഗിരി സ്കൂൾ ക്യാമ്പസ് കോർഡിനേറ്റർ ഫാദർ അനീഷ് മാത്യു, സ്കൂൾ ചാപ്ലിൻ ഡീക്കൻ ഫാദർ ജോബി ജോൺ, വൈസ് പ്രിൻസിപ്പൽ ബിനോജ് തോമസ്, സേവനഗിരി ഡയറക്ടർ ഫാദർ ലിജോ മാടമ്പള്ളി എന്നിവർ ഓണാശംസകൾ നേർന്നു. ഏറ്റവും സന്തോഷകരമായ അനുഭവമാണ് മലയാളികളുടെ ജീവിതത്തിൽ അത്തപ്പൂക്കളവും തിരുവാതിരകളെയും അങ്ങനെ ഒത്തിരി സവിശേഷതകൾ അടങ്ങിയതായ അനുഭവമാണ് ഓണം എന്ന് പറയുന്നത്. നല്ല ഓർമ്മകൾ നമ്മുടെ ജീവിതത്തിൽ എന്നും കാത്തു സൂക്ഷിക്കുവാൻ സഹായിക്കുന്നതാണ് ഓണം എന്ന് പറയുന്നത്. വിജയഗിരി കുടുംബാംഗങ്ങൾക്ക് ഈ ദിവസം ഏറ്റവും സന്തോഷകരമായ സുദിനമായി തീരുന്നു എന്നുള്ളതാണ്. വിജയഗിരി പബ്ലിക് സ്കൂളിലെ ഗുരുശ്രേഷ്ഠരും കുഞ്ഞുങ്ങളും എല്ലാവരും ചേർന്ന് അവരുടെ കഴിവിന് അപ്പുറമായി ഏറ്റവും നല്ലതായി ഈ ഓണം ആഘോഷിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്നു എന്നുള്ളതാണ്. പഴുക്കര പള്ളി വികാരി ഫാദർ ഷാജു പീറ്റർ കാച്ചപ്പള്ളി ചടങ്ങിൽ സന്നിഹിതനായിരുന്നു. ഓണക്കളികളിലും സദ്യയിലും സമൃദ്ധമായിരുന്നു സേവനഗിരിയിലെ വിജയഗിരിയുടെ ഓണാഘോഷം. കേരള പ്രവാസി സംഘം അന്നമനട ടൗൺ മേഖലാ കമ്മിറ്റി ഒരുക്കിയ പ്രവാസി സംഗമവും ഓണാഘോഷവും ശ്രദ്ധേയമായി. മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോയി വെട്ടിയാടൻ അധ്യക്ഷനായിരുന്നു. ഓണാഘോഷ പരിപാടികൾ തൃശൂർ ജില്ലാ CPM കമ്മിറ്റി അംഗം സഖാവ് T ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. പൊതുസമ്മേളനം CPM മാള ഏരിയ കമ്മിറ്റി സെക്രട്ടറി TK സന്തോഷ് നിർവഹിച്ചു. വികസന സദ്ഭാവന പുരസ്കാരം ലഭിച്ച അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദിനെ യോഗം ആദരിച്ചു. കേരള പ്രവാസ സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MK ഹക്ക് ഉപഹാരം നൽകി. തുടർന്ന് മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവാ മെഡൽ ലഭിച്ച തമ്പി KV, KI ജോയ്, PN ഷീബ, ജിജോ VJ എന്നിവരെ ആദരിച്ചു. MP വർഗീസ്, താജുദ്ദീൻ അയ്യാരിൽ, TK സതീശൻ, ശ്യാമള അയ്യപ്പൻ, ഗീത ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കൊഴൂർ കാക്കുളശ്ശേരി സെന്റ് ജോസഫ് ദേവാലയത്തിൽ ഓണത്തോടനുബന്ധിച്ച് മെഗാ തിരുവാതിരക്കളി സംഘടിപ്പിച്ചു. മെഗാ തിരുവാതിരക്കളിയുടെ ഉദ്ഘാടന ചടങ്ങ് ഫാദർ ഷാജി തെക്കേക്കര നിലവിളക്കിൽ ദീപം തെളിയിച്ച് നിർവഹിച്ചു. കാക്കുളശ്ശേരിയുടെ ഈ പള്ളിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മെഗാ തിരുവാതിരക്കളി സംഘടിപ്പിക്കുന്നത്. ഏകദേശം 100-ൽ പരം
4 വയസ്സ് മുതൽ 86 വയസ്സ് വരെയുള്ള ഇതിനകത്തുണ്ട്. ഈ ഓണത്തിൻ്റെ ഒരുമയിലേക്കും ആഹ്ലാദത്തിലേക്കും കാക്കുളശ്ശേരിയുടെ ഒരു പ്രണാമമായിട്ട് ഞങ്ങളിതിനെ നൽകുന്നു. തുടർന്ന് കൈക്കാരന്മാരായ ഷിബു പാറക്കാടൻ, ഷാജു മഞ്ഞളി, കേന്ദ്ര സമിതി പ്രസിഡന്റ് ഷാബു വെമ്പിൽ, ലിസി ജോസ് കോഴിപ്പാട്ട്, ലിബിയ അന്തോണി ചിറയത്ത്, ഫ്രാൻസിസ് എണ്ണി വെമ്പിൽ എന്നിവർ ദീപം തെളിയിച്ചു. 100-ലധികം പേർ പങ്കെടുത്ത മെഗാ തിരുവാതിരക്കളി തിരുവോണനാളിൽ ഒരുമയുടെ കാഴ്ചയൊരുക്കി. ഉത്രാട ദിനത്തിൽ ഗുരുവായൂരപ്പന് തിരുമുൽ കാഴ്ചയായി ഭക്തരുടെ കാഴ്ചക്കുലകളുടെ നിറസമൃദ്ധി. മേൽശാന്തി അച്യുതൻ നമ്പൂതിരി നേന്ത്രക്കുല സമർപ്പിച്ച് ചടങ്ങിന് തുടക്കം കുറിച്ചു. തുടർന്ന് 100 കണക്കിന് ഭക്തർ ഭഗവാന് കാഴ്ചക്കുല സമർപ്പിച്ചു. ഗുരുവായൂരപ്പന് സമർപ്പിച്ച കാഴ്ചക്കുലകളിൽ ഒരു ഭാഗം തിരുവോണ സദ്യയുടെ വിശേഷ വിഭവമായ പഴം പ്രഥമന് ഉപയോഗിക്കും. ക്ഷേത്രാവശ്യങ്ങൾക്ക് ശേഷമുള്ള പഴക്കുല ഭക്തർക്ക് ലേലം ചെയ്ത് നൽകും. തിരുവോണ ദിവസം കൊലച്ചോറ് സമരവുമായി യൂത്ത് കോൺഗ്രസ്. തൃശൂർ DIG ഓഫീസിന് മുമ്പിലാണ് യൂത്ത് കോൺഗ്രസിന്റെ കൊലച്ചോറ് സമരം നടക്കുന്നത്. കുന്നുംകുളത്തെ കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതിഷേധിച്ചാണ് പ്രതീകാത്മക സമരം. മർദ്ദിച്ച പോലീസുകാരുടെ മുഖംമൂടി ധരിച്ച് പോലീസ് വേഷം ധരിച്ചാണ് വേറിട്ട സമരവുമായി പ്രവർത്തകർ എത്തിയിരിക്കുന്നത്. DIG ഓഫീസിന് മുമ്പിലെ ബാരിക്കോഡ് സമീപം ഇലയിട്ട് പ്രതിഷേധവും നടത്തി. 2023 ഏപ്രിൽ 5-നാണ് കോൺഗ്രസ് പ്രവർത്തകന് കസ്റ്റഡിയിൽ മർദ്ദനം നേരിട്ടത്. 2 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് പ്രകാരമാണ് മർദ്ദന ദൃശ്യങ്ങൾ ലഭിച്ചത്. കേരി തിങ്ങും കേരള നാടിന് പ്രോത്സാഹനവുമായി കൊടുങ്ങല്ലൂർ വിദ്യാർത്ഥി ദായന സഭ. തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയും വില ഉയർന്നതോടെ നാളികേര കൃഷിയിലേക്ക് ജനങ്ങൾ തിരികെ എത്തുന്നതിന് വേണ്ടി പ്രോത്സാഹനവുമായി വിദ്യാർത്ഥി ദായന സഭ തെങ്ങിൻ തൈ വെച്ച് പിടിപ്പിക്കുന്നു. തിരുവോണനാളിൽ വിദ്യാർത്ഥി ദായന സഭയുടെ 8.1/2 ഏക്കറോളം വരുന്ന സ്ഥലങ്ങളിലാണ് തെങ്ങിൻ തൈ വെച്ച് പിടിപ്പിക്കുന്നത്. തെങ്ങിൻ തൈ നട്ട് സഭാ പ്രസിഡന്റ് MS വിനയകുമാർ ഉദ്ഘാടനം ചെയ്തു. സഭാ സെക്രട്ടറി രാധാകൃഷ്ണൻ OM, ദിനമണി, KD വിക്രമാദിത്യൻ തുടങ്ങിയവർ സംസാരിച്ചു. യുവകലാസാഹിതി തിരുവോണ ദിനത്തിൽ കൊടുങ്ങല്ലൂരിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രതിഭകളെ ആദരിച്ചു. യുവകലാസാഹിതി പ്രസിഡന്റ് ഉഷാദേവി മാരായിൽ അധ്യക്ഷത വഹിച്ചു. യുവകലാസാഹിതി ജില്ലാ സെക്രട്ടറി സോമൻ താമരക്കുളം ഉദ്ഘാടനം ചെയ്തു. CC വിപിൻ ചന്ദ്രൻ ഉപഹാര സമർപ്പണം നടത്തി. അമ്പാടി വേണു, TK ഗംഗാധരൻ, പ്രൊഫഷണൽ നാടക നടൻ കനിദർ യാദവ്, രാഷ്ട്രപതിയുടെ സുത്രക സേവന പുരസ്കാരം നേടിയ PC സുനിൽ, നാടൻപാട്ട് കലാകാരൻ അയ്യപ്പൻ, MK ലളിത, സുകുമാരി, ജോയ് പാമാട്ടുമ്മൽ, ജോണി വലിയ പറമ്പിൽ തുടങ്ങിയവരെ ആദരിച്ചു. അധ്യാപക ദിനത്തോടനുബന്ധിച്ച് മാള വൈസ്മെൻ ഇന്റർനാഷണൽ ക്ലബ്ബ് സ്നേഹഗിരി ഹോളി ചൈൽഡ് സ്കൂളിലെ 10 അധ്യാപകരെ പൊന്നാട നൽകി ആദരിച്ചു. സ്നേഹഗിരി പള്ളി വികാരി ഫാദർ ആന്റണി പറമ്പൻ വിശിഷ്ടാതിഥിയായ യോഗത്തിൽ ക്ലബ്ബ് പ്രസിഡന്റ് മാർഗരറ്റ് ജോസ് അധ്യക്ഷത വഹിച്ചു. ജോളി വടക്കൻ, ജിഷ ഷിബു, റോസ്ലി ജോളി, സിസ്റ്റർ ഗ്രേസിൻ, സിസ്റ്റർ ഫ്ലോറൻസ്, സിസ്റ്റർ ലിജോ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ന് 2 ഓർമ്മകളാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ഒന്ന് ഓണത്തിനൊരു ഓർമ്മയുണ്ട്, സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയുടെയും പങ്കുവയ്ക്കലിൻ്റെയും ഓർമ്മ. മറ്റൊരു ഓർമ്മ എന്ന് പറയുന്നത് നമ്മൾ അധ്യാപകരെ ഓർക്കുന്നു എന്നുള്ളതാണ്. 2 ഓർമ്മകൾ ഒരുമിച്ച് ചേർന്നിരിക്കുന്നു. മൂന്നാമതൊരു ഓർമ്മ കൂടി ഉണ്ട്. മദർ തെരേസയുടെ തിരുനാൾ ദിനം കൂടിയാണ് ഇന്ന്. ആ മദർ തെരേസ എന്ന് നമുക്കറിയാം. ഒത്തിരി അവസരമായിരിക്കുന്നവരെ ചേർത്ത് പിടിച്ച് ക്രിസ്തുവിൻ്റെ സ്നേഹം പകർന്നു കൊടുത്ത് അവർക്ക് വേണ്ട എല്ലാ സഹായവും നൽകി അവരെ വളർത്തിയ ഒരു. പ്രധാന വാർത്തകൾ വീണ്ടും. മലയാളിക്ക് ഇന്ന് തിരുവോണം. ഓണാഘോഷലഹരിയിൽ ലോകമെങ്ങുമുള്ള മലയാളികൾ. പ്രവാചക സ്മരണ പുതുക്കി ഇന്ന് നബിദിനം. സംസ്ഥാനമെങ്ങും പള്ളികളിൽ അന്നദാനവും ആഘോഷവും നടന്നു. കുന്നുംകുളം പോലീസ് സ്റ്റേഷനിലെ 3-ാം മുറയിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചതിലും ഒത്തുകളി. കോടതി പ്രതി ചേർത്ത CPO ശശിധരനെതിരെ പോലീസ് അച്ചടക്ക നടപടി സ്വീകരിച്ചില്ല. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.